Hello everyone, welcome back to my YouTube channel. ഇന്ന് നമ്മൾ വ്ളോഗ് ചെയ്യാൻ പോകുന്ന ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ്. Oral-B എന്നുള്ള ബ്രാൻഡിൻ്റെ. നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് സാധാ ബ്രഷ് അല്ല, ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷിനെ കുറിച്ചാണ് വ്ളോഗ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും അതിൻ്റെ യൂസ്, എന്താണ് നോർമൽ ബ്രഷിനെക്കാട്ടിലും ഇത് ഓപ്റ്റ് ചെയ്യാൻ കാരണം എന്നൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഈ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഇരിക്കുന്നത്. ഭയങ്കര സ്ലീക്കാണ്, ക്യാരി ചെയ്യാൻ എളുപ്പവും കൂടെയാണ്. ഇത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഹെഡും ഇതിൻ്റെ ബോഡി. ഇതാണ് നമ്മൾ യൂഷ്വലി ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നതും. ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഹെഡാണ്. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇത് പവർ ബട്ടണാണ്. ഇത് ഓൺ ആക്കുമ്പം വൈബ്രേഷൻസ് സ്റ്റാർട്ട് ആവും. അത് ഒരു ക്ലിക്കും കൂടെ ചെയ്യുമ്പം അത് പോസ് ആവും. ഇത് താഴെ ഒന്ന് ചാർജിങ് ചെയ്യുന്നൊരു ഭാഗമാണിത്. അപ്പോൾ ഈ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാൻ കുറേ കാരണങ്ങളുണ്ട്. ഞാൻ വിചാരിച്ചു അതിനുള്ള വലിയ യൂസ് ഇല്ല, പക്ഷെ മേടിച്ച് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം പിന്നെ ഒരിക്കലും നോർമൽ ബ്രഷിലോട്ട് പോയിട്ടില്ല. കാരണം അത്രയ്ക്ക് എഫക്റ്റീവാണ്. എനിക്കൊരുപാട് പ്ലാക്സ് ഉണ്ടായിരുന്നു താഴെ, ഈ വെള്ളപ്പാടായിട്ട് ഇങ്ങനെ പല്ലിൽ അടിഞ്ഞ് കൂടുന്നുണ്ടായിരുന്നു. കുറേ ഇപ്പോൾ കോഫി കുടിച്ചാലും ഒത്തിരി നാൾ ഭയങ്കരമായിട്ട് കോഫി കുടിച്ചാൽ കുറച്ചൊരു 2-3 months കൊണ്ട് തന്നെ താഴെ ഒരുപാട് പ്ലാക്സ് ഉണ്ടാവും. അപ്പം ഞാൻ എല്ലാ 6 months ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഡെൻറ്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്തതാണ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷായിട്ട് യൂസ് ചെയ്ത് നോക്കാൻ. അതിനുശേഷം ഞാൻ ഒരിക്കലും പിന്നെ നോർമൽ ബ്രഷ് ഉപയോഗിച്ചിട്ടുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ക്ലീൻ ചെയ്യാൻ പോയിട്ടുമില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ പല്ല് കണ്ടറിയാം, നല്ല ക്ലീനാണ്. ഇപ്പം ഞാനൊരു 1 year ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെയും ക്ലീൻ ചെയ്തിട്ടില്ല, കാരണം പ്ലാക്സ് ഇല്ല. ഇപ്പോൾ കണ്ടറിയാം, നല്ല ക്ലീൻ ആയിട്ടിരിക്കും. കുറച്ച് പെട്ടെന്ന് നോർമൽ ബ്രഷിനേക്കാൾ പെട്ടെന്ന് വൈറ്റനിങ് ചെയ്യാൻ പറ്റും, കാരണം നല്ല ഡീപ്പ് ക്ലീനാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇങ്ങനെ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് മോഷൻ ഈ അമേരിക്കൻ ഡെൻറ്റിസ്റ്റ് അസോസിയേഷനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന പോലത്തെ രീതിയിലുള്ള മോഷനാണ്. അതനുസരിച്ച് അതിൻ്റെ ഈ പല്ലിൻ്റെ ഇടയിലൊക്കെ പോയി ക്ലീനായി കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് ഉള്ളൊരു ക്ലീനിങ് ആണ് ഈ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് നൽകുന്നത്. അപ്പോൾ ഈ നോർമലി നമ്മൾ നോർമൽ ബ്രഷ് ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്യുക, പക്ഷേ ഇതിൻ്റെ മോഷൻ വന്ന് ഭയങ്കര റൊട്ടേറ്റിംഗ് ആണ്. അവർ റെക്കമെൻഡ് ചെയ്യുന്ന പോലത്തെ റൊട്ടേറ്റിംഗ് മോഷൻ ആകുമ്പോൾ നമ്മൾ ഈ പല്ലിൻ്റെ ഇടയിലൊക്കെ പോകും. അപ്പം നമ്മൾ യൂഷ്വലി ബ്രഷ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുപാട് റബ്ബ് ചെയ്തിട്ടില്ല, ഇതവിടെ വെച്ച് കൊടുത്താൽ മതി, തന്നെ ആ മോഷനിൽ അതിൻ്റെ ഇടയിലൊക്കെ പോയിക്കോളും. അപ്പം ഞാൻ യൂഷ്വലി അവർ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ 4 ക്വാഡ്രൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടം തൊട്ട് ഇങ്ങ് വരെയും പിന്നെ താഴെ തൊട്ട് ഇങ്ങ് വരെയും, ഇങ്ങനെ ടോട്ടലി 2 minutes ആണ് എല്ലാം കൂടെ ചെയ്യുന്നത് നല്ലത്. കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനാമൽ നോർമൽ നമ്മൾ സാധാ ബ്രഷ് ഒരുപാട് ചെയ്താൽ തന്നെയും നമ്മൾ എനാമൽ പോകാൻ സാധ്യതയുണ്ട്. സെയിം ആണ് ഇതിനും, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇതാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സാധാ ബ്രഷിലോട്ട് പോകത്തില്ല, അത് ഗ്യാരൻറ്റീഡ് ആണ്. ഇത് വന്ന് Oral-B എന്നുള്ള കമ്പനിയുടെയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇതിൻ്റെ സാധാ ടൂത്ത് ബ്രഷ് അവൈലബിൾ ആണ്, അവരുടെ തന്നെയാണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. യൂഷ്വലി അത് 2000 റേഞ്ചിലാണ്, പക്ഷേ ഓഫർ എപ്പോഴും വരും. അങ്ങനത്തെ സീസൺ ഓഫർ സമയത്ത് 999 അവൈലബിൾ ആണ്. ഞാൻ മേടിച്ചത് 999 ഇതിൻ്റെ ഹെഡ് വന്ന് നമുക്ക് മാറ്റേണ്ടി വരും ഇടയ്ക്ക്. ഞാൻ യൂഷ്വലി ഇങ്ങനൊരു ആമസോണിൽ നിന്ന് മേടിക്കുന്ന ഒരു കവറും കൂടെ ഉപയോഗിച്ച് ഇതിങ്ങനെ അടച്ചു വെക്കാറുണ്ട്. കാരണം പാറ്റയും പല്ലിയും ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഈ ഒരു Oral-Bയുടെ ഗുണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രോ ടൈമർ എന്നുള്ളൊരു സെറ്റിംഗ് ഉണ്ട്. തന്നെ ഒരു 30 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് തന്നെ ചെറിയൊരു കട്ടിങ് പോലെ ഒരു ശബ്ദം, എന്ന് പറയുമ്പം ഒരു ക്വാഡ്രൻ്റ് ഫിനിഷ് ആവാൻ വേണ്ടിയുള്ളൊരു ടൈം അത് ഫുൾ കവർ ചെയ്യും. അപ്പോൾ കറക്റ്റ് 2 minutes നമുക്ക് അറിയാൻ പറ്റും. 4 പ്രാവശ്യം അത് ചെറിയൊരു ഒരു ഫീഡ്ബാക്ക് പോലെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഫുൾ നമ്മൾ 2 minutes ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഹെഡ് വന്ന് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അതിന് താഴെയൊരു റിമ്മുണ്ട്, താഴെ ഇവിടെ ഇങ്ങനെ ഇടാനായിട്ട്. അപ്പം നമുക്ക് വേറെ ആൾക്കാർക്കും വീട്ടിൽ സെയിം Oral-B ഉണ്ടെന്നുണ്ടെങ്കിൽ കളേഴ്സ് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അങ്ങനെ ഇതുപോലെ ഗ്രീൻ കളറിലാണ് യൂഷ്വലി വരുന്നത്. ഒരു 6 to 8 months ആകുമ്പോൾ അത് യെല്ലോ കളർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് അത് മാറ്റണം. അതും ആമസോണിലെ ഹെഡ് മാത്രം അവൈലബിൾ ആണ്. ഹെഡ് വന്ന് ഒരു 6 months അല്ലെങ്കിൽ ഒരു
8 to 9 months കൂടുമ്പോഴാണ് ഞാൻ മാറ്റിയത്. അത് മനസ്സിലാവുമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തുള്ള ആ കളറ്, ഈ കളറ് ഫുൾ താഴെ വരെയും യെല്ലോ ആവുകയാണെങ്കിൽ അത് മാറ്റാൻ ടൈമായെന്നർത്ഥം. സാധാരണ ഇത് മൊത്തം ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത് യൂഷ്വലി. ഇതാണ് അതിൻ്റെ ചാർജർ. ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കൊരു കുറച്ച് നേരം ആ ടൈമിംഗ് വെക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അത്രയും ടൈം വെക്കണ്ട. ഞാനൊരു 1 വീക്ക് കൂടുമ്പോഴാണ് ചാർജ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ചാർജ് ചെയ്യണം. പ്ലഗിൽ കൊടുത്താണ് യൂഷ്വലി ചാർജ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം വന്ന് നമ്മുടെ ഈ വെള്ളപ്പാടുകൾ ഉണ്ടാക്കത്തില്ല. പല്ല് നല്ല വൈറ്റായിട്ടിരിക്കും. നല്ലവണ്ണം ഇടയിൽ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇത് ഒരുപാട് നമുക്ക് ആ വ്യത്യാസം യൂസ് ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ നോർമൽ ബ്രഷും ഇലക്ട്രിക് ടൂത്ത് ബ്രഷും തമ്മിലുള്ള. അപ്പോൾ എൻ്റെ ഫാമിലിയിലെ എല്ലാവരും ഇതിപ്പം ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. എന്നെ കണ്ടിട്ട് തന്നെയാണ് എൻ്റെ പാരൻസ് ഉപയോഗിക്കുന്നതും എൻ്റെ സിബ്ലിങ്സൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ടാകും. അപ്പം നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവർ ബൈ.